ഓരോ യാത്രയും നമുക്കെല്ലാവർക്കും തന്നെ പുതിയൊരു അനുഭവ സമ്പത്താണ് കേട്ടോ. കുട്ടികളുമായി കയറുന്നത് കൊണ്ട് തന്നെ നമ്മളെല്ലാവരും തന്നെ വളരെ ശ്രദ്ധിച്ചും കാര്യങ്ങളും വേണം മല കയറാനായിട്ട്. കുരിശും ചുമന്ന് കയറുന്ന ഓരോ വിശ്വാസിയുടെ പ്രാർത്ഥനയും അതേപോലെ തന്നെ അവരുടെ ആ ശരണം വിളിയും എല്ലാം തന്നെ നമുക്കൊരു പ്രചോദനവും ഉണ്ടാ മുന്നോട്ട് നടക്കാൻ. അങ്ങനെ നമ്മ പതുക്കെ പതുക്കെ ഒന്നാം സ്ഥലത്തെത്തിയട്ടാ. അങ്ങനെ ഒന്നാം സ്ഥലത്ത് കുറച്ചു നേരത്തെ വിശ്രമത്തിന് ശേഷമാണ് വീണ്ടും നമ്മൾ നടത്താൻ തുടങ്ങിയത് കേട്ടോ. കയ്യിലുള്ള മെഴുകുതിരിയും കത്തിച്ച് അങ്ങനെ വീണ്ടും നമ്മൾ രണ്ടാം സ്ഥലത്തേക്കുള്ള നടത്തം ആരംഭിച്ച്. ഓരോ സ്ഥലത്തെയും ചിത്രത്തില യേശുവിന് ഓരോരോ കാര്യങ്ങൾ നമ്മുടെ നാട്ടിലെ പള്ളിയിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്നാം സ്ഥലത്ത് ഈശോയെ മരണത്തിന് വിധിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. രണ്ടാം സ്ഥലം ഈശോ കുരിശ് ചുമക്കുന്നു. മൂന്നാം സ്ഥലം ഈശോ ഒന്നാം പ്രാവശ്യം വീഴുന്നു. നാലാം സ്ഥലത്ത് ഈശോ തൻ്റെ മാതാവിനെ കാണുന്നു. അഞ്ചാം സ്ഥലം ശിമയോൻ ഈശോയെ സഹായിക്കുന്നു. ആറാമത്തെ സ്ഥലത്ത് വെറോനിക്ക ഈശോയുടെ തിരുമുഖം തുടയ്ക്കുന്നു. ഏഴാമത്തെ സ്ഥലത്താണ് ഈശോ രണ്ടാമത്തെ പ്രാവശ്യം വീഴുന്നത്. അങ്ങനെ 14 ചിത്രത്തിലും നമ്മുടെ നാട്ടിൽ 14 അവസ്ഥകൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ജസ്റ്റ് ഇവിടെ പറഞ്ഞെന്നുള്ളൂ. എന്തെങ്കിലും തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. അങ്ങനെ ഞങ്ങൾ പതിയെ പതിയെ 14 സ്ഥലവും താണ്ടി പള്ളിയിലെത്തിയട്ടാ. അങ്ങനെ ആന കുത്തിയ പള്ളിയും അതേപോലെ തന്നെ ആ പൊക്കത്തുള്ളൊരു ഉറവയുണ്ട്. അവിടെ നിന്ന് ദാഹജലമായിട്ട് നമുക്ക് കുപ്പിയിലൊക്കെ പകർത്തി കൊണ്ടുപോകാം. അത് നമുക്ക് കുടിച്ചു കഴിഞ്ഞാൽ രോഗശാന്തിയും കാര്യങ്ങളൊക്കെ മാറുമെന്നാണ് വിശ്വാസം. അതേപോലെ തന്നെ നമ്മളും അവിടെ നിന്ന് കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നിട്ടാ. അങ്ങനെ പൊന്നും കുരിശും കണ്ട് അതും തൊട്ട് വണങ്ങി ഇനി കുറച്ചു നേരം വിശ്രമിക്കാനായിട്ട് അവിടുത്തെ പാറപ്പുറത്തിരുന്ന് കാറ്റുകൾ കൊള്ളാമെന്ന് വിചാരിച്ച് അടുത്ത ഭാഗം വീണ്ടും